നമ്മുടെ ദിവസേനയുള്ള വൊക്കാബുലറി എക്സസൈസ് എങ്ങനെ പോകുന്നു? വാക്കുകളൊക്കെ പഠിക്കുന്നില്ലേ? നന്നായി കുറിച്ചിടുന്നില്ലേ? അത് നിങ്ങളുടെ എന്താണ് വൊക്കാബുലറിയുടെ ഭാഗമാക്കാൻ ശ്രമിക്കുന്നില്ലേ? ഓക്കെ, അപ്പൊ ഇന്നത്തെ വാക്കുകൾ നമുക്ക് പരിചയപ്പെടുത്താം. ആദ്യത്തെ വാക്ക് കോൺട്രാബാൻഡ്. എന്താണ് കോൺട്രാബാൻഡ്? CONTRABAND. കോൺട്രാബാൻഡ്. കോൺട്രാബാൻഡ് എന്ന് വെച്ചാൽ ഒരു നെഗറ്റീവ് വേർഡ് ആണ്. ഗുഡ്സ് ഓർ ഐറ്റംസ് ദാറ്റ് ആർ ഇല്ലീഗലി ഇമ്പോർട്ടഡ് ഓർ എക്സ്പോർട്ടഡ് അല്ലെങ്കിൽ prohibited by law or regulations, smuggled or hidden to avoid direction. Smuggled or hidden to avoid detection. അപ്പോ എന്താണ്? പരിശോധനയൊക്കെ ഒഴിവാക്കി രഹസ്യമായി കള്ളക്കടത്ത് മുഖേന കൊണ്ടുപോകുന്ന സാധനങ്ങൾക്കാണ് നമ്മളെ കോൺട്രാബാൻഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ്: നാർക്കോട്ടിക്സ്, stolen goods, counterfeit products, then prohibited weapons, smuggled wildlife, etc. Appo customs officials seized contraband worth millions at the border. Ini namukku synonyms ee contraband ennulla vaakkumayi artha saamyammulla vaakkugal parishodhikkam. One, illicit goods; രണ്ട്, smuggled goods; മൂന്ന്, black market items; നാല്, bootlegged goods. Ini ee contraband ennulla vaakkumayittu വിപരീതാർത്ഥത്തിലുള്ള വാക്കുകൾ നോക്കാം. ലെജിറ്റിമേറ്റ് ഗുഡ്സ്, ലോഫുൾ കാർഗോ, ഓത്തറൈസ്ഡ് മെർക്കൻഡൈസ്. ഇനി നമുക്ക് പഠിക്കാനുള്ള, ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അടുത്ത വാക്ക് പാട്രിയാർക്കിയൽ എന്നാണ്. എന്താണ് പാട്രിയാർക്കിയൽ? PATRIARCHIAL. പാട്രിയാർക്കിയൽ. പാട്രിയാർക്കി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? പുരുഷ മേധാവിത്വമുള്ള എന്നാണ് അർത്ഥം. അപ്പോ എ സോഷ്യൽ സിസ്റ്റം, ഓർഗനൈസേഷൻ ഓർ കൾച്ചർ where men hold primary power and authority. Men dominate decision making and leadership roles. Women are often marginalized or subordinate. Our patriarchal systems can perpetuate gender based violence, discrimination and inequality. ഇനി അടുത്തത് ഈ പാട്രിയാർക്കൽ എന്നുള്ള വാക്കുമായിട്ട് അർത്ഥസാമ്യമുള്ള വാക്കുകൾ പറയാം. Male dominated, misogynistic, then third word is paternalistic. ഇതാണ് ഈ മൂന്ന് വാക്കുകൾ അർത്ഥസാമ്യമുള്ള വാക്കുകൾ. ഇനി വിപരീത അർത്ഥത്തിലുള്ള വാക്കുകൾ പരിശോധിക്കാം. അതില് എന്താണ്? മാട്രിയാർക്കൽ അല്ലെങ്കിൽ ഫീമെയിൽ ഡോമിനേറ്റഡ് അല്ലെങ്കിൽ ഇഗാലിറ്റേറിയൻ, ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. അടുത്തത് ഫെമിനിസ്റ്റ് അല്ലെ? ഫെമിനിസ്റ്റ്, പ്രൊമോട്ടിംഗ് ജെൻഡർ ഇക്വാലിറ്റി. അടുത്ത വാക്ക് എനിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ള അടുത്ത വാക്ക് കാൻഡിഡ് ആണ്. എന്താണ് കാൻഡിഡ് എന്ന വാക്കിന്റെ അർത്ഥം? കാൻഡിഡ് എന്ന വാക്കിന്റെ അർത്ഥം ഒന്ന്, ഓണസ്റ്റ് ആൻഡ് സിൻസിയർ. ഷീ ഗേവ് എ കാൻഡിഡ് ഇന്റർവ്യൂ അബൌട്ട് ഹെർ സ്ട്രഗിൾസ്. അടുത്ത അർത്ഥം അൺപോസ്ഡ് ഓർ സ്പോണ്ടേനിയസ്. എന്താണ്? ദ ഫോട്ടോഗ്രാഫർ ക്യാപ്ചേർഡ് കാൻഡിഡ് moments of the couple's special day. അടുത്തത് frank and straightforward. He provided candid feedback on the project's flaws. It is better to let the photographer mingle among the guests and take candid shots. അപ്പോൾ ഇനി കാൻഡിഡ് എന്ന വാക്കിന്റെ അർത്ഥസാമ്യമുള്ള വാക്കുകൾ പരിശോധിക്കാം. ഒന്ന് ഫ്രാങ്ക്, രണ്ട് ഓപ്പൺ, മൂന്ന് പ്ലെയിൻ. ഇനി കാൻഡിഡ് എന്ന വാക്കുമായി വിപരീത അർത്ഥത്തിലുള്ള വാക്കുകൾ പരിശോധിക്കാം. അതിലൊന്ന് ബയസ്ഡ്, രണ്ട് ഡീവിയസ്, മൂന്ന് ഡിസോണസ്റ്റ്. അടുത്ത വാക്ക് എനിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ള അടുത്ത വാക്ക് ബിറേറ്റഡ്. എന്താണ് ബിറേറ്റഡ്? BERATED. ബിറേറ്റഡ്. ബിറേറ്റഡ് എന്ന് വെച്ചാൽ ശകാരിക്കുക, വഴക്ക് പറയുക എന്നാണ് അർത്ഥം. ബിറേറ്റഡ് ഈസ് എ വേർബ് that means to scold or criticize someone heavily or harshly, often loudly and angrily, typically for a perceived fault or mistake. He was berated by his coach for his poor performance. അടുത്തത് ഈ berated എന്നുള്ള വാക്കിന്റെ അർത്ഥസാമ്യമുള്ള വാക്കുകൾ പരിശോധിക്കാം. ഒന്ന് scolded, രണ്ട് rebuked, മൂന്ന് reprimanded, നാല് admonished.
ഈ 4 വാക്കുകൾ. അടുത്തത് നമുക്ക് ബിറേറ്റഡ് എന്ന വാക്കിന്റെ വിപരീതാർത്ഥമുള്ള വാക്കുകൾ പരിശോധിക്കാം. ഒന്ന് പ്രൈസ്ഡ്, ഒന്ന് കമൻഡഡ്, രണ്ട് ഇനി അടുത്തത് എൻകറേജ്ഡ്, അടുത്തത് സപ്പോർട്ടഡ്. ഇതൊക്കെയാണ് പിന്നെ ബിറേറ്റഡ് എന്ന വാക്കിന്റെ വിപരീതാർത്ഥം വരുന്ന വാക്കുകൾ. അവസാനത്തെ വാക്ക്, ഇന്നത്തെ അവസാനത്തെ വാക്ക്, ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന അവസാനത്തെ വാക്ക് വയർ ടേപ്ഡ് എന്നാണ്. WIRETAPED, വയർ ടേപ്ഡ്. എന്താണ് വയർ ടേപ്ഡ്? A secret or unauthorized listening device or surveillance method used to intercept and monitor. ഒന്ന് ഫോൺ കോൺവെർസേഷൻസ്, രണ്ട് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ, എക്സാമ്പിൾ ഇമെയിൽസ്, ടെക്സ്റ്റ് എക്സെട്ര, മൂന്ന് ഓൺലൈൻ ആക്ടിവിറ്റീസ്. അതായത് നമ്മള് ഒരു വ്യക്തിയുടെ ഫോൺ കോളുകൾ ചോർത്തുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻസ് ചോർത്തുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം വരുന്നത്. അപ്പോ ഇനി law enforcement agencies use court-ordered wiretaps for investigation. ഒന്നുകൂടി പറയാം, law enforcement agencies use court-ordered wiretaps for investigation. അപ്പോ wiretap എന്നുള്ള വാക്കിന്റെ അർത്ഥസാമ്യമുള്ള വാക്കുകൾ പറയാം. ഒന്ന് eavesdrop, രണ്ട് ഇന്റർസെപ്റ്റ്, മൂന്ന് സർവൈലൻസ്, നാല് ബഗ്, BUG ബഗ്. അടുത്തത് ഈ വയർ ടേപ്പ് എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അർത്ഥം വരുന്ന, വിപരീത അർത്ഥം വരുന്ന വാക്കുകൾ പരിശോധിക്കാം. ഒന്ന് ഇഗ്നോറൻസ്, രണ്ട് നെഗ്ലക്ട്, മൂന്ന് നെഗ്ലിജൻസ്. അപ്പോ ഈ 5 വാക്കുകളും, ഒന്ന് കോൺട്രബാൻഡ്, രണ്ട് പാട്രിയാർക്കൽ, മൂന്ന് കാൻഡിഡ്, നാല് ബിറേറ്റഡ്, 5 വയർ ടേപ്ഡ്. ഈ 5 വാക്കുകളും അത്ര സാധാരണമല്ലാത്ത വാക്കുകളാണ്. എന്നാൽ പഠിക്കാൻ വളരെ കൗതുകം ഉണർത്തുന്ന തരത്തിലുള്ള വാക്കുകളാണിവ. നിങ്ങളുടെ വൊക്കാബുലറി നോട്ട്ബുക്കിൽ ഈ വാക്കുകൾ കുറിച്ചു വെച്ച് അവയുടെ അർത്ഥം മനഃപ്പാഠമാക്കി ഇവയെ സെന്റൻസസിൽ സ്വയം ഉപയോഗിക്കാനും നിങ്ങളുടെ വൊക്കാബുലറിയുടെ ഭാഗമാക്കാനും ശ്രമിക്കുമല്ലോ.